വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് അമ്മു 2 വർഷം മുൻപ് നമ്മുടെ വ്ളോഗ്സിലൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, ഒരു 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. പുറത്ത് വണ്ടികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം, കാരണം ഞങ്ങളിപ്പോൾ ഓട്ടോയിലാണ്. ഞങ്ങൾ രണ്ടും കൂടെ ഒരു ചെറിയ ഗേൾസ് ട്രിപ്പ് പോവുകയാണെന്ന്. ഗേൾസ് ഡേ ഔട്ട്. അതെ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഈ ഓട്ടോയിൽ കയറി ഒരു ചെറിയ ഡേ ഔട്ട് പോവാണ്, ഒരു ഈവനിങ് ഔട്ട്. ഓക്കെ, അപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും നമുക്ക് വലിയ പ്ലാനൊന്നും ഇല്ല. നമ്മൾ പോകുന്ന വഴി എന്ത് കാണുന്നോ അതെടുക്കും, വ്ളോഗായിട്ടിടും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഹായ് ഗായ്സ്, അങ്ങനെ ഈവനിങ് സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാനും അമ്മും കൂടെ ഇങ്ങനെ ഒരു ഓട്ടോയിൽ കയറി പതുക്കെ നമ്മുടെ ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണേ. അത് കണ്ടോ, നമ്മുടെ ഫ്രണ്ടിലൊരു ചെറിയ ട്രക്ക് ഇങ്ങനെ റോഡിൻ്റെ നടുക്ക് കയറിത്തിരിക്കുന്നത്. നമ്മുടെ ദുബായിലാണെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലേ. ഇതാണ് നമ്മുടെ കേരളം. എവിടെ വെച്ച് തിരിക്കാൻ തോന്നുന്നോ അവിടെ വെച്ച് അവർ വണ്ടി തിരിക്കും. ഇന്ന് നമ്മൾ സ്കൂട്ടറും കാറും ഒന്നും എടുക്കാതെ ഒരു ഓട്ടോയിൽ കയറി ഇങ്ങനെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോയി വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ പകുതിയിൽ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ഗൾഫിലും യൂറോപ്യൻ കൺട്രീസിലുമൊക്കെയാണ് സെറ്റിൽ. സോ അതുകൊണ്ട് തന്നെ ഈ വഴിയും റോഡും ഒക്കെ അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല നൊസ്റ്റാൾജിയ കിട്ടുന്നുണ്ടായിരിക്കാം. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് ഏതാണെന്ന് വെച്ചാൽ എൻ്റെ കോളേജിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ഡിഗ്രി പഠിച്ച ഞങ്ങളുടെ സ്വന്തം സെൻറ്റ് ഗ്രിഗോറിയോസ് കോളേജ്. സോ ഈ വഴി ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഞാനിപ്പോൾ കൈ കാണിക്കുന്ന ആ വഴി നേരെ പോയാലാണ് എൻ്റെ കോളേജിലേക്ക് എത്തുക. ഇപ്പം നമ്മൾ ഈ വളഞ്ഞ വഴിയിലൂടെ പോയാൽ സ്കൂളിലേക്ക് എത്തും. അതായത് +2 വരെയുള്ള സ്കൂള് ഈ വഴിയാണ് ഉള്ളത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് സെൻ്ററാണ് മീൻപിടിപ്പാറ. സോ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇന്ന് പോകുന്നത്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ മീൻപിടിപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ, മീൻപിടിപ്പാറ. അമ്മ ഫസ്റ്റ് ടൈമാണ് മീൻപിടിപ്പാറയിൽ. അപ്പോൾ നമുക്ക് അകത്തോട്ട് എൻട്രി ചെയ്തിട്ട് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമേ. ഇനി മീൻപിടിപ്പാറയെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് വിശേഷങ്ങളും കുറച്ച് ഇൻഫർമേഷൻസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. ഇവിടെ വിസിറ്റേഴ്സിന് അലൗ ചെയ്തിരിക്കുന്ന ടൈം എന്താണെന്ന് വെച്ചാൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അതുപോലെ തന്നെ എൻട്രൻസ് ഫീസായിട്ട് ഒരു 20 റുപ്പീസ് നമ്മൾ അടയ്ക്കേണ്ടതാണ്. ആ 20 രൂപ കൊടുത്ത് നമ്മൾ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ചിലവഴിക്കാവുന്നതാണ്. കുറച്ചു നേരം പ്രകൃതിയോട് ഇണങ്ങി സമയം ചിലവഴിക്കാൻ മീൻപിടിപ്പാറ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുട്ടികൾക്കുള്ള പാർക്സ്, സ്മോൾ വാട്ടർഫാൾസ്, പിന്നെ ഒരു ഫിഷിൻ്റെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ബ്രിഡ്ജ്, ഒരു തൂക്കുപാലം പോലെ ഒരു ബ്രിഡ്ജ്, പിന്നെ ഒരു 1/2 കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനെ നടക്കാനുള്ള ഒരു ചെറിയ വഴി. ഞങ്ങളീ നടന്നു പോകുന്നത് കണ്ടോ, അതങ്ങനെ നീളത്തിലങ്ങ് കിടക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റോൺ ബെഞ്ചസ് ഇരിക്കാൻ വേണ്ടിയിട്ടുമുണ്ട്. ഈ ഒഴുകുന്ന വെള്ളം ഔഷധ ഗുണമുള്ളതാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇത് ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ പ്രദേശമാണ് ഈ കാണുന്നത് മുഴുവൻ. പിന്നെ എന്നെ അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് പ്രകൃതിയുടെ നിശബ്ദമായ സൗന്ദര്യവും പ്രകൃതിയുടെ ശബ്ദങ്ങളുമാണ്. അവിടുത്തെ ആ ഒരു ശബ്ദങ്ങൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. പക്ഷിയുടെ ശബ്ദങ്ങൾ, കാറ്റിൻ്റെ നിലവിളി, വെള്ളമൊഴുകുന്ന സൗണ്ട്, പിന്നെ പ്രാണികളും മഴയും കാറ്റും, അങ്ങനെ ഒരുപാട് നല്ല നല്ല ശബ്ദങ്ങൾ ചേർന്ന് മനോഹരമായ ഒരു അന്തരീക്ഷമായിരുന്നു നമുക്കവിടെ ലഭിച്ചത്. ഗായ്സ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രദേശമാണിത്. കണ്ടോ, അമ്മ അവിടെ ഫോട്ടോ അടിക്കാൻ ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. സോ എൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ അവളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ, അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് ഈവനിങ് ഇവിടെ വന്നിരിക്കാനാണ്.
പിന്നെ കൊട്ടാരക്കര എൻ്റെ സ്വന്തം സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ പരിചയക്കാരെ ഒരുപാട് പേരെ കണ്ടു. ഒരുപാട് പേരെ കുറേ നാളുകൾക്ക് ശേഷം കാണാനും മിണ്ടാനും ഒക്കെ സാധിച്ചു. പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ഫോട്ടോസൊക്കെ നമുക്ക് എടുത്തു തരുന്നത്. സോ അവനൊരു എത്ര വലിയ താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രം എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ട്രിപ്പാണിത്. അപ്പോൾ നമുക്കിങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തരാൻ ഒരാളെ കിട്ടിയപ്പോൾ നമുക്കത് കുറച്ചും കൂടെ കളർഫുള്ളാക്കാൻ കഴിഞ്ഞു. എൻ്റെ ഡ്രസ്സിൻ്റെ കളറും പ്രകൃതിയുടെ കളറും ഒരേ കളറായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ പ്രകൃതിയുടെ പശ്ചാത്തലത്തിന് നല്ല മാച്ചിങ് ആയിട്ടുള്ള കളറും ഡിസൈനും ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നാൽ ഫോട്ടോസ് കുറച്ച് കൂടുതൽ അടിപൊളിയായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയാണ് ഞങ്ങളുടെ മെറ്റേണിറ്റി ഷൂട്ട് ചെയ്ത സ്ഥലം. അതിൻ്റെ വ്ലോഗ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം മുന്നുള്ള വ്ലോഗാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടാൽ ഈ സ്ഥലം ഒന്നും കൂടി എൻ്റെ വ്ലോഗിൽ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു തൂക്കുപാലം പോലെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടെന്ന്, അത് കാണിച്ചു തരാമേ. അതൊരു ചെറിയ നല്ല ഒരു പാലമാണ്. നമുക്കിവിടെ നിന്ന് അപ്പുറത്തേക്ക് കടന്നു പോകാൻ. അവിടെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ആ വെള്ളത്തിനുള്ളിലൂടെ നടന്നു വേണം നമ്മൾ ഇപ്പുറം ക്രോസ് ചെയ്ത് എത്താനായിട്ട്. അങ്ങനെ മൊത്തത്തിൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് മീൻപിടിപ്പാറ ലഭിച്ചത്. ഇതാണ് ആ പറഞ്ഞ ഫിഷിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റാച്യു. നമ്മൾ വീട്ടിൽ നിന്നും വൈകിട്ട് 5 മണിക്കായിരുന്നു ഇറങ്ങിയത്. സോ ഒരു 6-6:30 ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ 1.5 മണിക്കൂർ കൊണ്ടാണ് സമയം ഇത്രയും ഇരുട്ടായത്. ദുബായ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല പകൽ വെട്ടം പോലെ വെളിച്ചം കണ്ടേനെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ഇടുകയാണേ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ സ്ഥലവും കാര്യങ്ങളുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും അവിടെ വിസിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ കൊട്ടാരക്കരക്കാർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം തന്നെയാണത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ എന്തായാലും നമ്മൾ 1 മന്ത് നാട്ടിലുണ്ട്. നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസാണ് കാണാൻ താല്പര്യമെന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ വീണ്ടും അത്തരത്തിലുള്ള പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.